ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 10-ാം ഉദയത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി ആർ സെൽവരാജിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ സംഗീത കുലപതി രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭന രവീന്ദ്രൻ ഭദ്രദീപം കൊളുത്തി. സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് മേടമാസത്തിൽ വരുന്ന 10-ാം ഉദയം അഥവാ മേടപ്പത്ത്. അന്നേ ദിവസമാണ് നൂറുകണക്കിന് വിശ്വാസികൾ ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ കൃപാകടാക്ഷങ്ങൾക്കായി പൊങ്കാലയിടുന്നത്. ക്ഷേത്രത്തിൽ പതിവായി കൊണ്ടാടാറുള്ള പൊങ്കാല സമർപ്പണത്തിന് സംഗീത കുലപതി രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭന രവീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു. ഭക്തി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു സംശയത്തിനും ഇടയില്ല. അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയാണ് ഈ പ്രപഞ്ചത്തിന്റെ നായിക. അമ്മയാണ് നമുക്കെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതും എല്ലാം നമുക്ക് കാണിച്ചു തരുന്ന അമ്മയാണ്. അപ്പൊ അവിടെ തെറ്റിന് പ്രസക്തി ഇല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മയോട് സമർപ്പിക്കുമ്പോൾ സമർപ്പണമാണ്. നമ്മളിപ്പോ പൊങ്കാല ചെയ്യാൻ പോകുന്നത്. എന്താണ് പൊങ്കാല? നമ്മുടെ ആത്മസമർപ്പണമാണ്. അമ്മയുടെ മുന്നിൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി സമർപ്പിക്കുക. വെക്കുന്ന ആ വസ്തുക്കളിലൊന്നും അല്ല കാര്യം. അവിടെ നമ്മുടെ മനസ്സ് സമർപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അമ്മ നോക്കുന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ആർ സെൽവരാജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആത്മനിവേദനം ചെയ്യപ്പെടുന്ന ഈ പൊങ്കാല നിവേദ്യം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതയാത്രയിൽ അവൻ തന്നെ തന്നെ ഈശ്വരനായി സമർപ്പണം ചെയ്യുന്ന മഹാശുദിനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക. തന്നിലുള്ളതും ഭയങ്കരമായ ക്രോധാവേശങ്ങളും ദുഷ്ടചിന്തകളും മോശമായ മനോനിലകളും മാറ്റി തൻ്റെ സകലവിധമായ ദുരിതകലകളെയും നിമഞ്ജനം ചെയ്ത് തന്നെ തന്നെ ദർശിക്കുന്ന മഹാനുഭവ ദർശനമാണ് പൊങ്കാല എന്ന മഹാനിവേദ്യത്തിലൂടെ നടത്തപ്പെടുന്നത്. അഗ്നി ജ്വലിപ്പിച്ച് ആ അരി മഹാനിവേദ്യമായി മാറുന്നത് പോലെ താൻ തന്നെ തൻ്റെ വിശുദ്ധമാകുന്ന ആത്മചൈതന്യം കൊണ്ട് ജ്വലിപ്പിച്ച് ആ മഹാചൈതന്യത്തെ മഹാശക്തിയോട് ചേർക്കുന്ന പുണ്യദിനമായി ഇതിനെ കരുതിയിരിക്കുന്നു. ക്ഷേത്രം പ്രസിഡന്റ് PP സൂയൻസ്, സെക്രട്ടറി CG ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കണ്ണകിയുടെ ഭർത്താവായ കോവലനെ രാജാവ് കള്ളനെന്ന് മുദ്രകുത്തി വധിച്ചതിന്റെ ക്രോധത്തിൽ മധുര നഗരം ചുട്ടെരിച്ചുകൊണ്ടിരുന്ന കണ്ണകിയുടെ ക്രോധം അടക്കാനായാണ് അന്ന് സ്ത്രീകൾ മൺപാത്രങ്ങളിൽ പൊങ്കാല ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചത്. ഒടുവിൽ ദേവിയിൽ അന്നപൂർണേശ്വരി ഭാവമുയർന്നു, ക്രോധമടങ്ങി. ആ സ്മരണയിലാണ് ഇന്നും നൂറുകണക്കിന് വിശ്വാസികൾ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ മുന്നിൽ പൊങ്കാല സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. 13 വർഷത്തെ സക്സസ്ഫുൾ ജേർണി, 250-ലേറെ ബ്രാഞ്ചുകൾ, ട്രൂലി ഇന്റർനാഷണൽ, ദ UK കോൺസെപ്റ്റ് പ്രീ സ്കൂൾ.